പാലക്കാട്ടെ വോട്ടർമാരെ കയ്യിലെടുക്കാൻ തെരുവിലിറങ്ങിയ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ വടക്കന്ത്രയിൽ BJP പ്രവർത്തകർ തടഞ്ഞ സംഭവം വൻ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിരിക്കുകയാണ്. എന്നാൽ ഈ നീക്കം സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രന് ഗുണമാണോ അതോ വോട്ട് കുറയ്ക്കാനുള്ള അകത്തെ പാരയാണോ എന്ന ചർച്ചകളാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവമാകുന്നത്. BJP കൗൺസിലർ സിന്ധുരാജന്റെ നേതൃത്വത്തിൽ നടന്ന ഈ തടയൽ നാടകം ഒടുവിൽ സ്ഥാനാർത്ഥിക്ക് തന്നെ തിരിച്ചടിയാകുമോ എന്ന ആശങ്ക BJP ക്യാമ്പുകളിലുമുണ്ട്. പാലക്കാട് മണ്ഡലത്തിൽ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്ന ശോഭാ സുരേന്ദ്രന്റെ പ്രതിച്ഛായയെ ബാധിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണോ അണികളിൽ നിന്ന് ഉണ്ടായതെന്നാണ് പ്രധാന ചോദ്യം. ഒരു ജനാധിപത്യ രാജ്യത്ത് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിക്കാനുള്ള അവകാശം തടയുന്നത് പൊതുജനമധ്യത്തിൽ BJPക്ക് അവമതിപ്പുണ്ടാക്കാൻ കാരണമാകും. ഈ സാഹചര്യം UDF സഹതാപ തരംഗമാക്കാൻ ശ്രമിക്കുമ്പോൾ BJPക്കുള്ളിലെ തന്നെ ചില കേന്ദ്രങ്ങൾ ശോഭയെ വെട്ടിലാക്കാൻ മനഃപൂർവ്വം നടത്തിയ നീക്കമാണോ ഇതെന്ന് സംശയിക്കുന്നവരും കുറവല്ല. പിഷാരടിയുടെ മുൻപത്തെ ചില പരാമർശങ്ങൾ സ്ത്രീവിരുദ്ധമാണെന്നും അതിനാലാണ് സ്ത്രീകൾ അദ്ദേഹത്തെ തടഞ്ഞതെന്നുമാണ് BJPയുടെ ഔദ്യോഗിക വിശദീകരണം. എന്നാൽ ഈ വാദത്തെ രാഷ്ട്രീയ തന്ത്രമായിട്ടാണ് കോൺഗ്രസ് കാണുന്നത്. പ്രചാരണത്തിനിടെ വാഹനത്തിന്റെ താക്കോൽ ഊരിയെടുത്തതും അസഭ്യം പറഞ്ഞതും പാലക്കാടിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് ചേർന്നതല്ലെന്ന് രമേശ് പിഷാരടി വ്യക്തമാക്കി. ഈ വിഷയം സജീവമായി നിലനിർത്താൻ ഇന്ന് രാത്രി നഗരത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്താനാണ് കോൺഗ്രസ് തീരുമാനം. പ്രതിഷേധത്തിന് പിന്നാലെ അപ്രതീക്ഷിതമായി LDF സ്ഥാനാർത്ഥി NMR റസാഖ് പിഷാരടിക്ക് ഐക്യദാർഢ്യവുമായി എത്തിയത് BJPയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, വോട്ട് ചോദിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് എന്ന റസാഖിന്റെ നിലപാട് രാഷ്ട്രീയ വൈര്യത്തിനപ്പുറമുള്ള പാലക്കാടൻ സൗഹൃദമായി വ്യാഖ്യാനിക്കപ്പെടുന്നു. ഇത് BJPയുടെ ഒറ്റപ്പെടലിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. നേരത്തെ ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായിരുന്നപ്പോഴും സമാനമായ തടയൽ ശ്രമങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. BJPക്ക് വലിയ സ്വാധീനമുള്ള വടക്കന്ത്രയിൽ മറ്റു മുന്നണികളെ പ്രവേശിപ്പിക്കില്ലെന്ന വാശി തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. ഈ സാഹചര്യം വോട്ടിംഗിൽ പ്രതിഫലിച്ചാൽ അത് നേരിട്ട് ബാധിക്കുക ശോഭാ സുരേന്ദ്രനെയാകും. അണികളുടെ അതിരുകടന്ന ആവേശം സ്ഥാനാർത്ഥിയുടെ വിജയസാധ്യതയെ തുരങ്കം വയ്ക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ തടയൽ വിവാദം വോട്ടർമാരുടെ മനസ്സിൽ എന്ത് ചലനമുണ്ടാക്കുമെന്ന് കണ്ടറിയണം. ഏപ്രിൽ 9 പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ പാലക്കാടൻ ജനത ഈ അക്രമ രാഷ്ട്രീയത്തോട് എങ്ങനെ പ്രതികരിക്കുമെന്നത് മുന്നണികൾക്ക് നിർണായകമാണ്.